എല്ലാവർക്കും നമസ്കാരം. സ്നേഹ ഓർഗാനിക് ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫാം അല്ലാട്ടോ, ഇത് ലാൽ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആണ്. ചേട്ടന്റെ ഫാമാണിത്. അപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് ചേട്ടന്റെ J33 ഇവിടെ കായ്ച്ചിട്ടുണ്ട്. അത് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം. പ്ലാവ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ J33. ഇത് താഴത്തുനിന്ന് കാച്ചിട്ടുണ്ട്. താഴത്തിന്റെ ചക്ക 3 എണ്ണം, ഇതില് 6 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ചേട്ടനൊരു ഇത് പറിച്ചപ്പോ അതിന്റെ മുകളിലേക്ക് വീണിട്ട് അത് പോയതാണ്. പിന്നെ ഇതേ മുകളിലേക്കൊക്കെ കണ്ടോ, നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നിറച്ചുണ്ടായിരിക്കുന്ന കൊണ്ടാണെന്ന് തോന്നുന്നു ചേട്ടന്റെ ചക്കയ്ക്ക് വലിപ്പം കുറച്ച് കുറവുണ്ട്. ചിലതിനുണ്ട് കേട്ടോ വലിപ്പമുണ്ട്. ചേട്ടൻ മുമ്പ് പറിച്ചതിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ശരിക്കും J33 ചക്ക ഒരു 20 കിലോയ്ക്ക് 30 കിലോയ്ക്ക് ഇടയ്ക്കൊക്കെ വെയിറ്റ് വരും. ഇതിന് നമുക്ക് ചക്ക മുറിച്ചിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോ ചേട്ടൻ നമുക്ക് പ്ലാവിൽ കയറി പറിച്ചു തന്ന ചക്കയാണ് കേട്ടോ. ഇത് ഏറ്റവും ടേസ്റ്റുള്ള ചക്കയാണല്ലോ. ഇപ്പൊ പഴുപ്പിച്ചാലും പുഴുക്കിനും വറുക്കാനും ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിതൊന്ന് വറുത്തും പുഴുക്കുണ്ടാക്കി പഴുപ്പിച്ചും നോക്കാം. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാം. അപ്പൊ നമ്മൾ ലാലേട്ടന്റെ അടുത്ത് നിന്ന് J33 ചക്കയായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ഇതിന്റെ ബാക്കി പരിപാടികൾ നോക്കാം. ഇത് നമുക്കിന്ന് വറുക്കുകയും വേണം, പിന്നെ പുഴുക്കുണ്ടാക്കുകയും വേണം. അപ്പൊ അബി കേട്ടോ ഇന്ന് എന്റെ ഹെൽപ്പർ. ഞാൻ ചക്ക കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അരിവാളും കൊണ്ട് കട്ട് ചെയ്യുന്നതിൽ ഞാൻ അത്ര എക്സ്പെർട്ട് അല്ല, അതുകൊണ്ട് കത്തി കൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ചക്ക മുറിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു സൈഡ് ചെറിയ കേടുണ്ട് കേട്ടോ. ഇതിപ്പോ കണ്ടിട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ചുളയ്ക്ക് നല്ല കളറുണ്ട്, നല്ല ബലമുണ്ട്. ഇതിന് നമുക്ക് ഈ ഹാഫ് പോർഷൻ ഒന്നോടെ മുറിച്ച് നോക്കാം കേട്ടോ. ഇതിപ്പോ നമ്മൾ കട്ട് ചെയ്തിട്ട് കണ്ടോ, ചുള നന്നായിട്ട് അടുത്തടുത്ത് വന്നിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. ഇവിടെ ഒന്നും ചവണി ഇല്ല, ചവണി കുറവുള്ള പോലെയും തോന്നുന്നുണ്ട്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഇനി നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, കട്ടിയുണ്ട്. പക്ഷെ കട്ടി വിയറ്റ്നാം സൂപ്പർ എർലിയുടെ അത്ര എനിക്ക് ഫീൽ ചെയ്യണില്ല, എന്നാലും കട്ടിയുണ്ട്. ഇപ്പൊ നമ്മൾ 3 പോർഷനാക്കി മുറിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിൽ ഒരു പോർഷൻ നമുക്ക് പഴുപ്പിക്കാൻ എടുക്കാം, ഒരെണ്ണം വറുക്കാനും ഒരെണ്ണം പുഴുക്കിനും എടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പൊ നമ്മള് J33 ചക്ക പുഴുക്കും ഉണ്ടാക്കിയിട്ടുണ്ട്, വറുത്തിട്ടും ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ് നോക്കാം. ക്രിസ്പി ആണോ, വറുത്തത് എങ്ങനെയുണ്ട്, ക്രിസ്പി ആണോ? അതിന്റെ ഇടയ്ക്ക് അബി പകുതി തിന്ന് തീർത്തു കേട്ടോ. കഴിച്ച അബി എന്റെ ഇത് പറഞ്ഞേ എങ്ങനെയുണ്ട് എന്നുവെച്ചാ ആണോ? എങ്ങനെയുണ്ട് അച്ഛാ? നല്ലാണോ? നമ്മള് സാധാരണ ചക്ക വറുക്കണ, നല്ല ചക്കകൾ വറുക്കണ ആ ഒരു സെയിം ഇതല്ലേ അച്ഛാ? നല്ലൊരു അങ്ങനെയുള്ള റേട്ടാ? ക്രിസ്പിയാണ്, ടേസ്റ്റും ഉണ്ട്. അടുത്ത പുഴുക്കാണ് നോക്കണത്.
ചക്ക വറുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ലതാണ്. പുഴുക്ക് കഴിച്ചു. എന്നാ പുഴുക്ക് ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. നന്നായിട്ടുണ്ട്, പുഴുക്ക് നല്ലതാണ്. ഇനി നമുക്ക് എങ്ങനെയുണ്ട് ചേട്ടാ? അല്ലേ? ഇപ്പൊ പുഴുക്കും പരുത്തതും നല്ലതാണ് J33. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത പഴം എങ്ങനെയുണ്ടെന്ന് അറിയാം, അതെങ്ങനെയുണ്ടെന്ന് നോക്കാട്ടോ. അപ്പൊ നമ്മുടെ J33 ചക്ക പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചക്കപ്പഴം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതിന് ചവണി ഭയങ്കര കുറവാണ് കേട്ടോ. ഈ നമ്മൾ സാധാരണ ചക്ക ഇങ്ങനെ അടത്തിയെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും പോരാനായിട്ട്. പക്ഷെ ഇതിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല. ചവണിയൊക്കെ നമുക്ക് നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതുണ്ടോ? ഇനി ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. ഇന്ന് ടേസ്റ്റ് പറയാനായിട്ട് എനിക്ക് ആരും കിട്ടിയില്ല കേട്ടോ, ഞാൻ തന്നെയാ നോക്കുന്നേ. നല്ല മധുരാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ അതിന്റെ കൂടെ ഒരു നല്ല മണം വരുന്നുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ചക്ക തന്നെയാട്ടോ, പറയുന്നത് പോലെ തന്നെ നല്ല ചക്ക തന്നെയാണ് J33. ഇപ്പം J33 നമുക്ക് വറുക്കാനും പുഴുക്കിനും പഴുപ്പിക്കാനും നല്ല ചക്ക തന്നെയാണ്. എല്ലാ ചക്കകളും ഈ 3 കാര്യത്തിനും കൂടി പറ്റില്ല. ചിലത് വറുക്കാൻ നല്ലതാണെങ്കിൽ പഴുക്കുമ്പോൾ അത് അത്ര നല്ലതായിരിക്കില്ല. ഇത് പക്ഷെ 3നും നല്ലതാണ്. അപ്പൊ J33 പ്ലാവ് നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ നല്ലത് തന്നെയാണ്. പിന്നെ വിയറ്റ്നാം സൂപ്പർ എയർലി വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ വിയറ്റ്നാം സൂപ്പർ എയർലി നമുക്ക് 1.5 വർഷം കൊണ്ട് കായ്ക്കും, പക്ഷെ ഇത് 3 വർഷം കൊണ്ടാണ് കായ്ക്കുള്ളൂ. പിന്നെ വിയറ്റ്നാം സൂപ്പർ എയർലി നമുക്ക് വെട്ടി നിർത്തി ചെറുതാക്കി നമുക്ക് ഡ്രമ്മിലൊക്കെ നടാം, പക്ഷെ ഇത് നന്നായിട്ട് പൊങ്ങി പോവും J33. പിന്നെ നമുക്ക് മാക്സിമം ബുഷാക്കി നിർത്താം അതിനെ. J33 ഏറ്റവും ബെറ്റർ തന്നെയാണ്. പക്ഷെ നമുക്ക് ഓൾ ടൈം ചക്ക വേണമെങ്കിൽ നമ്മൾ വിയറ്റ്നാം സൂപ്പർ എയർലി തന്നെ വെക്കണം. ഒരു പ്ലാവ് എന്നുള്ള ഇതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 3 ആവശ്യത്തിനും ഉപകരിക്കണമെങ്കിൽ J33 പ്ലാന്റ് തന്നെയായിരിക്കും നമുക്ക് നല്ലത് കേട്ടോ. അപ്പോൾ J33യുടെ വിശേഷം നമുക്കിവിടെ നിർത്താം. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.